കാണാവോ? ഷെയർ ചെയ്തിട്ടാണ്. ഒന്നും വന്നില്ല. സ്ക്രീൻ വന്നു. ഹലോ. ഇപ്പൊ കാണാം. തുടങ്ങിയോ? ഹലോ. കേക്കാം. പോകുന്നുണ്ട്. നീ കേക്കാവോ? പറയുന്നത് കേക്കാവോ? ഇപ്പൊ കേക്കാം. സൗണ്ട് ഓക്കെ. ഓക്കെ, ഇപ്പൊ കേക്കാവോ? ഓക്കെ. അപ്പം ഇന്നത്തെ ടോപ്പിക് ഫിയോക്രോമോസൈറ്റോമ. ഓക്കെ, അപ്പം കാണുന്നില്ലേ? ഓക്കെ. അപ്പം ഫിയോക്രോമോസൈറ്റോമ. അപ്പൊ ഫിയോക്രോമോസൈറ്റോമ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ട്യൂമർ അറൈസിംഗ് ഫ്രം ക്രോമാറ്റിൻ സെൽസ് ഇൻ അഡ്രിനൽ മെഡുല ഓർ എൽസിയർ ഇൻ ദ ബോഡി. ഓക്കെ, അപ്പം അഡ്രിനൽ ഗ്ലാൻഡിന് കോർട്ടെക്സ് ഉണ്ട്, മെഡുല ഉണ്ട്, അല്ലേ? അപ്പൊ കോർട്ടെക്സിന്ന് അഡ്രിനാലും കോർട്ടെക്സിന്ന് നമ്മള് ആൽഡോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ സെക്സ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ അഡ്രിനൽ മെഡുലന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അഡ്രിനാലും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അഡ്രിനൽ മെഡുലയില് ക്രോമാഫിൻ സെൽസ് എന്ന് പറഞ്ഞ സെൽസ് ഉണ്ട്. ക്രോമാഫിൻ സെൽസ് ആണ് അഡ്രിനൽ മെഡുല. താഴെ പോയാൽ കാണാം. ഹലോ. ഋഷാല കട്ടായി. ഹലോ ഋഷാൽ. കട്ടായടാ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇത് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ അഡ്രിനൽ കോർട്ടെക്സ് കാണാം, അഡ്രിനൽ മെഡുല കാണാം, അതുപോലെ അഡ്രിനൽ മെഡുലിന്റെ നടുക്കായിട്ട് ക്രോമാറ്റിൻ സെൽസ് കാണാം. അപ്പൊ അഡ്രിനൽ മെഡുലയിൽ കുറെ ക്രോമാറ്റിൻ സെൽസ് ഉണ്ട്. ഈ ക്രോമാറ്റിൻ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യണ ഇതാണ് എന്ത്? കാറ്റക്കോളമൈൻസ്. ഓക്കെ. അപ്പൊ കാറ്റക്കോളമൈൻസ് എന്ന് പറയുമ്പോൾ അഡ്രിനാലും വരും, നോർ അഡ്രിനാലിനും വരും. അപ്പം ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുമ്പോൾ അഡ്രിനൽ മെഡുലയിലുള്ള ക്രോമാറ്റിൻ സെൽസ് അറൈസ് ചെയ്യുന്ന ട്യൂമറാണ് എന്ത്? ഫിയോക്രോമോസൈറ്റോമ. അതേപോലെ തന്നെ അഡ്രിനൽ മെഡുലയിൽ മാത്രമല്ല, ക്രോമാറ്റിൻ സെൽസ് എളുപ്പം ബോഡിയിൽ എളുപ്പം അഡ്രിനൽ ഗ്ലാൻഡിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അവിടുന്ന് ഇതേപോലെ അറൈസ് ചെയ്യണ ഇത് ട്യൂമർ ആണെന്നുണ്ടെങ്കിലും ക്രോമാറ്റിൻ സെൽസ് ഒന്നും ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ക്രോമാറ്റിൻ സെൽസ് ഒന്നും ട്യൂമർ അറൈസ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് പാരഗാംഗ്ലിയോമ. ഓക്കെ, മനസ്സിലായോ? ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഡ്രിനൽ ഗ്ലാൻഡിലുള്ള ക്രോമാറ്റിൻ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാവുന്ന ട്യൂമറിന് മാത്രമാണ് ഏത് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. അതേസമയം ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ഇതിന്ന് റൈസ് ചെയ്യണ ക്രോമാറ്റിൻ സെൽസ് റൈസ് ചെയ്യുന്ന ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ അതിന് പാരഗാംഗ്ലിയോമ എന്ന പേര് പറയാം. അത് കുഞ്ഞു ടോപ്പിക്കാണ്, അത് കാര്യമായിട്ട് പഠിക്കാനില്ല. ഓക്കെ. ഇനി ഫിയോക്രോമോസൈറ്റോമ സത്യം പറഞ്ഞാൽ നമ്മള് സെക്കൻഡ് ഇയറിൽ പത്തോളജി പഠിച്ചു, ഫസ്റ്റ് ഇയറിൽ എനിക്കൊന്ന് ഫിസിയോളജി പഠിച്ചു തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഫിയോക്രോമോസൈറ്റോമ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും ഓർമ്മ വരില്ലായിരുന്നു. ആ പേര് കേട്ടൊരു ഓർമ്മ മാത്രം. അപ്പം ഫിയോക്രോമോസൈറ്റോമ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം സൈറ്റോമ എന്ന് പറയുമ്പോൾ ട്യൂമർ, ക്രോമോ എന്ന് പറയുമ്പോൾ ക്രോമാറ്റിൻ സെൽസ് ആ ഒരു ഇതാലോചിക്കുക, മനസ്സിലായോ? സൈറ്റോമ ട്യൂമർ, ഫിയോക്രോമോയില് ക്രോമോ എന്ന് പറയുമ്പോൾ ക്രോമാറ്റിൻ സെൽസ്. ഓക്കെ. ഇനി ഫിയോ എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. നമ്മള് കുട്ടികളൊക്കെ ഒന്ന് പറയില്ലേ, ഷിം എന്ന് പറഞ്ഞു പോയി എന്ന് പറയില്ലേ? കുട്ടികളെല്ലാം വന്നിട്ട് ഇപ്പം വണ്ടിയെല്ലാം കാറെല്ലാം അങ്ങനെ പറയില്ലേ? അപ്പൊ ഈ ഷിം എന്ന് പറയുന്നത് ഏത് നമ്മളെ ഫ്ലൈറ്റ് ആ സാധനമല്ലേ? ആ രീതിക്ക് അങ്ങ് ചിന്തിക്കുക, മനസ്സിലായോ? ഫ്ലൈറ്റ് ആ രീതി ചിന്തിക്കുമ്പോൾ എന്താണ്? അഡ്രിനാലിനാണ് സാധനം. അപ്പം അഡ്രിനൽ ഗ്ലാൻഡിലെ ഇതാണ് സംഭവം. ഒരു ഊള ഇതായിരുന്നു, പക്ഷെങ്കിൽ ഇനി ചിലപ്പോൾ മറക്കില്ലായിരിക്കും, ഈ ഊള സാധനം വെച്ചിട്ട് ഓർമ്മ വരികയായിരിക്കും. ഓക്കെ. അപ്പൊ ഫിയോക്രോമോസൈറ്റോമ. അപ്പൊ അതാണ് അഡ്രിനൽ ഗ്ലാൻഡിലെ ക്രോമാറ്റിൻ സെൽസ് സാധനം.
അല്ല ട്യൂമർ. ഓക്കെ, ഇനി അടുത്തത് ലൊക്കേഷൻ. സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 90% അഡ്രിനൽ ഗ്ലാൻഡിൽ തന്നെയാണ് കാണുന്നത്. മെഡിസിൻ ഡേവിഡ്സണിൽ 80% എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് 80% എന്ന് കൊടുത്തത്. 80 to 90% അഡ്രിനൽ ഗ്ലാൻഡിൽ തന്നെയാണ് ഫിയോക്രോമോസൈറ്റോമ കാണുന്നത്. അതേസമയം 10% എക്സ്ട്രാ അഡ്രിനൽ സൈറ്റ്സ് കാണും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരഗാംഗ്ലിയോമ. ഓക്കെ, അതിന്റെ പേര് ഫിയോക്രോമോസൈറ്റോമ എന്നല്ല, പാരഗാംഗ്ലിയോമ എന്ന പേര്. അഡ്രിനൽ ഗ്ലാൻഡിന് അല്ലാതെ പുറത്തെവിടെയും, ബോഡിയിൽ പുറത്തെവിടെയും ക്രോമാറ്റിൻ സെൽസ് നിറയുന്ന ട്യൂമറിന് പാരഗാംഗ്ലിയോമ എന്ന പേര്. അതാണ് 10%. ഓക്കെ, ഇനി ആ എക്സ്ട്രാ അഡ്രിനൽ സൈറ്റ്സ് ഏതാന്ന് വെച്ചാൽ ഓർഗൻ ഓഫ് ജക്കർകാൻഡിൽ ഉണ്ട്. അതാണ് മോസ്റ്റ് കോമൺ സൈറ്റ് ഈ എക്സ്ട്രാ അഡ്രിനൽ സൈറ്റ്സിൽ കേട്ടോ. ഓർഗൻ ഓഫ് ജക്കർകാൻഡിൽ, പിന്നെ യൂറിനറി ബ്ലാഡറിൽ കാണാം, അതേപോലെ റീനൽ ഹൈലത്ത് കാണാം, ചെസ്റ്റ് കാണാം, നെക്ക് കാണാം. ഇതൊക്കെയാണ് എക്സ്ട്രാ അഡ്രിനൽ സൈറ്റ്സ്. മെയിൻലി അഡ്രിനൽ ഗ്ലാൻഡിൽ തന്നെയാണ് കാണുന്നത് ഫിയോക്രോമോസൈറ്റോമ. ഓക്കെ, ഇനി അടുത്തത് ചില സമയത്ത് സംടൈംസ് അസോസിയേറ്റഡ് വിത്ത് സിൻഡ്രംസ്. ചില സമയത്ത് ഇത് ചില സിൻഡ്രംസിന്റെ കൂടെ ഈ ഫിയോക്രോമോസൈറ്റോമ, കുറെ സിൻഡ്രം ഇല്ലേ, മെൻ സിൻഡ്രം അതേപോലെ. ഓക്കെ, അതുപോലത്തെ എന്തെങ്കിലും സിൻഡ്രത്തിന്റെ അസോസിയേറ്റഡ് ആയിട്ടും വരാം ഇതേപോലെ ഏത് ഫിയോക്രോമോസൈറ്റോമ. അപ്പൊ അത് ഏതൊക്കെയാന്ന് വെച്ചാൽ വോൺ ഹിപ്പൽ ലിൻഡോ സിൻഡ്രം VHL, പിന്നെ മെൻ 2A 2B അല്ലെങ്കിൽ മെൻ 2-3. ഓക്കെ, രണ്ടും സെയിം തന്നെ. പിന്നെ ന്യൂറോഫൈബ്രോമാറ്റോസിസ് 1. ഈ മൂന്ന് സിൻഡ്രത്തിന് അസോസിയേറ്റഡ് ആയിട്ട് വരാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ സിൻഡ്രത്തിന് അസോസിയേറ്റഡ് ആയിട്ട് വരാം. അപ്പൊ ഇതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ, എനിക്കൊന്ന് മറ്റേ MCQ എല്ലാം ചോദിക്കും തോന്നുന്നു. അപ്പം ഓർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോ. ഏത് വോൺ ഹിപ്പൽ ലിൻഡോന്റെ V, മെൻ 2A 2Bന്റെ M, ന്യൂറോഫൈബ്രോമാറ്റോസിന് N. അപ്പൊ VMN. ഈ പാവമാണെന്ന് ഉദ്ദേശിച്ചത് ഈ വവൽസ് ഒന്നും കൂട്ടണ്ട, എ ഒന്നും കൂട്ടണ്ട. പി എന്ന് പറയുന്നത് ഫിയോക്രോമോസൈറ്റോമ ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ പാവമാണ് പറഞ്ഞാൽ PVMN. അപ്പൊ ഫിയോക്രോമോസൈറ്റോമയിലുള്ള സിൻഡ്രംസ് ആണ് VMN, അതായത് വോൺ ഹിപ്പൽ ലിൻഡോ സിൻഡ്രം, മെൻ 2A and 2B, ന്യൂറോഫൈബ്രോമാറ്റോസിസ് 1. ഓക്കെ, ഇനി അടുത്തത് പറയുമ്പോൾ ഇതെന്താണ്, ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ? അപ്പൊ 90% കേസസും ഇത് ബിനൈൻ ആണ്. ഓക്കെ, 10% കേസസ് മാത്രമേ മാലിഗ്നന്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത 10% റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 10% റൂൾ പറഞ്ഞാൽ കുറെ 10% വരുന്നുണ്ട് ഇതിൽ. അപ്പം 10% കേസസ് ഇത് മാലിഗ്നന്റ് ആവും, 10% കേസസ് ഇത് മാലിഗ്നന്റ് ആവും, 10% എക്സ്ട്രാ അഡ്രിനലി വരാം, 10% ഫാമിലിയൽ ആയിട്ട് വരാം, 10% ബൈലാറ്ററലി 2 അഡ്രിനൽ ഗ്ലാൻഡിലും വരാം, 10% മൾട്ടിപ്പിൾ ആയിട്ട് വരാം. ഓക്കെ, 10% ചിൽഡ്രൻസിൽ. അതായത് ഈ 10% പറഞ്ഞാൽ ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ള സാധനമാണ്. ബാക്കി 90% ഇപ്പൊ 10% മാലിഗ്നന്റ് എന്ന് പറയുമ്പോൾ 90% ബിനൈൻ ആണ്. ഓക്കെ, 90% അഡ്രിനൽ ഗ്ലാൻഡിലാണ്, 90% ഫാമിലിയിലല്ല. കോസ് ഇതിൽ കാര്യമായിട്ട് പറയുന്നില്ല കേട്ടോ. കോസ് മെയിൻലി ഫാമിലിയിലും അല്ലാണ്ട് വെറുതെ അങ്ങ് വരാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സിൻഡ്രത്തിൽ അസോസിയേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ വരാം. ഓക്കെ, പിന്നെ 90% കേസസും ഇത് യൂണിലാറ്ററൽ ആയിട്ട് കാണില്ല, ബൈലാറ്ററൽ വളരെ കുറച്ച് കാണുള്ളൂ. അതേപോലെ 90% കേസിലും അഡ്രിനൽ ഗ്ലാൻഡിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അങ്ങനെ ഉണ്ടായാലും ബാക്കി 10% മൾട്ടിപ്പിൾ ഉള്ളൂ. അങ്ങനെ. ഓക്കെ, ഒരു 10% റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്, ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. എന്താന്ന് വെച്ചാൽ ഈ ട്യൂമറിന് സെക്രീറ്റ് ചെയ്യുന്ന എന്താ? അഡ്രിനാലിൻ നോറഡ്രിനൽ. അപ്പൊ അഡ്രിനാലിൻ നോറഡ്രിനാലിൻ ബോഡിയിൽ കൂടുമ്പോൾ ഉണ്ടാവുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം പറയാം. അതായത് ഹൈപ്പർ ടെൻഷൻ, ഹെഡ് ഏക്ക് പറയാം, പാൽപിറ്റേഷൻ പറയാം. അതെ, കാറ്റക്കോളമൈൻ. അപ്പം ഹൈപ്പർ ടെൻഷൻ പറയാം, ഹെഡ് ഏക്ക് പറയാം, പാൽപിറ്റേഷൻ പറയാം, സ്വെറ്റിംഗ്, ട്രെമർ, പാലർ. ആ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം എഴുതാം. ഓക്കെ, അഡ്രിനാലിൻ നോറഡ്രിനാലിൻ ബോഡി കൂടുമ്പോഴുള്ള എല്ലാം എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഫാക്ടർ സ്റ്റിമുലേറ്റിംഗ് അറ്റാക്ക്. ഇത് ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെങ്കിൽ എക്സാമിന് എത്രത്തോളം എന്താ അറിയില്ല. പക്ഷെ ക്ലിനിക്കൽ ആസ്പെക്ട് നോക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അവസാനം പറയാം. അയ്യോ, അത് ഞാൻ ഫോട്ടോ എടുത്തില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് എന്നുവെച്ചാൽ ഫാക്ടർ സ്റ്റിമുലേറ്റിംഗ് അറ്റാക്ക് എന്ന് വെച്ചാൽ സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവേസീവ് പ്രൊസീജിയർ, ഇതേപോലെ അനസ്തേഷ്യ. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേറെ എന്തെങ്കിലും സർജറി ചെയ്യുക, അല്ലെങ്കിൽ ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സർജറിക്ക് വേണ്ടി അനസ്തേഷ്യ കൊടുക്കുകയാണ്, അതേപോലെ ഡ്രഗ്സ് എടുക്കുക, ലേറ്റ് പ്രഗ്നൻസി, പാൽപേഷൻ ഓഫ് ദ മസ്. ഈ പറഞ്ഞ ഈ പോയിന്റ്സിലെല്ലാം, ഈ പറഞ്ഞ അവസ്ഥയിലെല്ലാം ഇതേപോലെ ഈ അഡ്രിനൽ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആയിട്ട് നമുക്ക് ഹൈപ്പർ ടെൻസീവ് അറ്റാക്ക് അതുപോലെ വരാം. മനസ്സിലായോ? എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇല്ലേ,
ആ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റഡ് ആയിട്ട് വരാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ഞാൻ ടെക്സ്റ്റിൽ കണ്ടാട്ടെ, ഞാൻ ഫോട്ടോ എടുത്ത് ഇതിൽ ആഡ് ചെയ്യാൻ മറന്നു. പേഷ്യന്റ് വന്നിട്ട് ഒരു ടോൺസിലെക്ടമി പേഷ്യന്റ് ആയിട്ടാണ് വന്നത്. ടോൺസിലെക്ടമി ചെയ്യാനും വേണ്ടി ഡോക്ടർ ടേബിളിൽ കിടത്തി. ഓക്കെ, എന്നിട്ട് ടോൺസിലെക്ടമി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യന്റിന് ഭയങ്കരമായിട്ട് തലവേദന, ഭയങ്കരമായിട്ട് അടങ്ങേറ്, അതുപോലത്തെ കുറെ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലുള്ള തലവേദന, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി, ട്രമ്മർ, ഭയങ്കര വിളറി വെളുത്ത് അങ്ങനൊക്കെ ആയി. അപ്പം ഡോക്ടർ വിചാരിച്ചു എന്താന്ന് വെച്ചാൽ പേഷ്യന്റിന് ആങ്സൈറ്റി, ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ജസ്റ്റ് അത് കാരണം കൊണ്ടുള്ള ജസ്റ്റ് ഒരു ആങ്സൈറ്റി കാരണം കൊണ്ടായിരിക്കും ഇതേപോലെ വന്നത് എന്ന് പറഞ്ഞ് നിന്ന്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യന്റിന് വീണ്ടും ഇതെല്ലാം കൂടി 8 hours കഴിഞ്ഞപ്പോഴത്തേക്കും പേഷ്യന്റ് ഡെത്തായി. മനസ്സിലായോ? പേഷ്യന്റ് ഡെത്ത് ആയി പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞ് എനിക്കൊന്ന് പോസ്റ്റ്മോർട്ടത്തിലാ തോന്നുന്നു, കുറച്ച് കഴിഞ്ഞ് ഇതിന്റെ കോസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പേഷ്യന്റിന് ഇതേപോലെ ഫിയോക്രോമോസൈറ്റോമ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞില്ല. ഇപ്പം ENT ഡോക്ടർ ആയിരിക്കില്ലേ ടോൺസിലെക്ടമി ചെയ്യുക, അപ്പം അത് ഡോക്ടറിന് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഈ ഇതിലെ ഫാക്ടർ സ്റ്റിമുലേറ്റിംഗ് അറ്റാക്ക് എന്താ പറയണമെന്ന് വെച്ചാൽ, ഇതേപോലെ ഫിയോക്രോമോസൈറ്റോമ ആണെന്ന് വെച്ചാൽ ഇതേപോലെ സർജറിയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സർജറിയോ അല്ല ഇൻവേസീവ് പ്രൊസീജിയറോ അല്ലെങ്കിൽ അതുപോലെ അനസ്തേഷ്യോ അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് ഇതേപോലെ ആ ട്യൂമർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഇതേപോലെ ഭയങ്കരമായിട്ട് ബോഡിയിൽ കാറ്റക്കോളമൈൻസ് സെക്രീറ്റ് ചെയ്തിട്ട് ഇതേപോലെ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സിംറ്റംസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് പോയിട്ട് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ ഇതേപോലെ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കാണുമ്പോൾ, അതായത് ഹൈപ്പർ ടെൻഷനും ഹെഡ് ഏക്കും പാൽപിറ്റേഷനും എല്ലാം കാണുമ്പോൾ ഇതേപോലെ നമ്മൾ ഡൗട്ട് അടിക്കണം, അതാണ് കേസ് എന്ന്. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഇതേപോലെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ, വേണമെന്നില്ല. ഇതെന്താന്ന് വെച്ചാൽ നോർമലി അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അഡ്രിനാലിൻ നോറഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യല്ലോ. അപ്പൊ അഡ്രിനാലിൻ ആണ് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ടാവുക. മനസ്സിലായോ? നോറഡ്രിനാലിൻ കാട്ടി നോർമലി അഡ്രിനാലിൻ ആണ് കുറച്ചുകൂടി കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അതേപോലെ ഫിയോക്രോമോസൈറ്റോമ വരുമ്പോഴത്തേക്കും നേരെ തിരിയും റേഷ്യോ. നോറഡ്രിനാലിൻ ആയിരിക്കും അഡ്രിനാലിനെയും കാട്ടിയും സെക്രീഷൻ കൂടുക. ഓക്കെ, നോറഡ്രിനാലിൻ ആണ് ഈ ആക്ഷൻസിനെല്ലാം കുറച്ചുകൂടി പൊട്ടന്റ് ആയിട്ടുള്ള സാധനം. നോറഡ്രിനാലിൻ ആണ് കുറച്ചുകൂടി എഫക്ട് വരുത്തുക. അപ്പൊ ഫിയോക്രോമോസൈറ്റോമയിൽ നോറഡ്രിനാലിൻ ആണ് കൂടുതൽ അഡ്രിനാലിനും കാട്ടിയും. അതേപോലെ എക്സ്ട്രാ അഡ്രിനൽ ഫിയോക്രോമോസൈറ്റോമ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ അഡ്രിനൽ ഗ്ലാൻഡിൽ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഫിയോക്രോമോസൈറ്റോമ, ആ പാരഗാംഗ്ലിയോമാണ് സംഭവം. അത് വരുമ്പം ഓൺലി നോറഡ്രിനാലിൻ മാത്രമേ സെക്രീറ്റ് ചെയ്യുള്ളൂ, അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യില്ല ആ മാസം ട്യൂമറിന്. അതേപോലെ മെൻ സിൻഡ്രത്തിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫിയോക്രോമോസൈറ്റോമ, അതിൽ അഡ്രിനാലിൻ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, നോറഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, അതേപോലെ മാലിഗ്നന്റ് ഫിയോക്രോമോസൈറ്റോമ നമ്മൾ നേരത്തെ പറഞ്ഞു 10% കേസസ് മാലിഗ്നന്റ് ആവും, ബാക്കി 90% ബിനൈൻ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കേസിൽ മാലിഗ്നന്റ് ഫിയോക്രോമോസൈറ്റോമ ആണെന്നുണ്ടെങ്കിൽ ഡോപ്പമൈൻ ആണ് സെക്രീറ്റ് ചെയ്യുക, ഡോപ്പമൈൻ മാത്രമേ സെക്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ പോവാം. അപ്പൊ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ കാറ്റക്കോളമൈൻസ് എങ്ങനെ കൂടുമ്പോണ്ടാവുന്ന ഭയങ്കരമായിട്ട് കൂടുമ്പോണ്ടാവുന്ന ആക്ഷൻസ് അതേപോലെ അങ്ങ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, എന്നിട്ട് അതുപോലെ കാണപ്പെടാൻ പഠിക്കേണ്ട, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ 2 രീതിക്കാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ബയോകെമിക്കൽ ടെസ്റ്റും ചെയ്യണം, ലോക്കലൈസേഷനും ചെയ്യണം. ബയോകെമിക്കൽ ടെസ്റ്റ് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് ചെയ്യണം, അതേപോലെ പിന്നെ ലോക്കലൈസേഷൻ ചെയ്യുമ്പോൾ CT-MRI അതുപോലത്തെ സാധനങ്ങൾ. അപ്പം ബയോകെമിക്കൽ ടെസ്റ്റിൽ നമ്മൾ രണ്ട് സാധനം എടുക്കണം ബോഡിയിൽ നിന്ന്, അതായത് യൂറിനും എടുക്കണം, പ്ലാസ്മ എടുക്കണം. ഓക്കെ, യൂറിനും പ്ലാസ്മ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ VMA നോക്കണം, വാനിലൈൽ മാൻഡലിക് ആസിഡ് നോക്കണം, മെറ്റാനഫ്രിൻ നോക്കണം, നോർമെറ്റാനഫ്രിൻ നോക്കണം. ഇതൊക്കെ ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് അടിക്കാം, ഇതേപോലെ ഫിയോക്രോമോസൈറ്റോമ ആണെന്ന് നമുക്ക് ഡൗട്ട് അടിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ ഉറപ്പിക്കാനായിട്ടില്ല. ഓക്കെ, ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫിയോക്രോമോസൈറ്റോമ തന്നെ. ഓക്കെ, അതേപോലെ VMA ഗ്രേറ്റർ ദാൻ 7 mg, നമ്മൾ VMA കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫിയോക്രോമോസൈറ്റോമ ആവാൻ ചാൻസ് എന്ന് പറഞ്ഞത്. VMA ഗ്രേറ്റർ ദാൻ 7 mg ഇൻ 24 hours ആണെന്നുണ്ടെങ്കിൽ ഫിയോക്രോമോസൈറ്റോമ ആയിരിക്കും. മെറ്റാനഫ്രിന്റെയും നോർമെറ്റാനഫ്രിന്റെയും വാല്യൂ ടെക്സ്റ്റ് പറയുന്നില്ല, അതുകൊണ്ടൊക്കെ ചെയ്താണ്. ഓക്കെ, അപ്പൊ VMA, മെറ്റാനഫ്രിൻ, നോർമെറ്റാനഫ്രിൻ യൂറിനിലും പ്ലാസ്മയിലും നമ്മൾ നോക്കണം. ഓക്കെ, ഇനി അടുത്ത ലോക്കലൈസേഷനിലേക്ക് വരാം. ലോക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ
ഇതേപോലെ നമുക്ക് CC കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് CT ഉണ്ട്, MRI ഉണ്ട്, പിന്നെ ആഡിൻ ലേബിൾഡ് MIBG സ്കാൻ. MIBG എന്ന് പറയുമ്പോൾ മെറ്റാ ആഡോ ബെൻസൈൽ ഗാനിഡിൻ. അപ്പൊ ഈ 3 സാധനം ഉള്ളത്. ഓക്കെ, ഈ ആദ്യം ഞാൻ CCT എന്ന് പറയാം. CCT ചെയ്യും, പ്രിഫറബിൾ ആണ്. പക്ഷെ ചില കേസിൽ ഇതേപോലെ നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയം യൂസ് ചെയ്യില്ലേ, കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് ആയതുകൊണ്ട്. കോൺട്രാസ്റ്റ് മീഡിയം യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ചിലപ്പം ഇതേപോലെ ഹൈപ്പർടെൻസീവ് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും CT ചെയ്യും കേട്ടോ, CT ചെയ്യും. MRI നല്ല പ്രിഫറബിൾ ആണ്, CTനെക്കാട്ടും പ്രിഫറബിൾ MRI തന്നെ. പിന്നെ അതേപോലെ MIBGന്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്പെസിഫിക് ആണ്. അതേപോലെ 90% ഓഫ് കേസും ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ഓർഡർ എങ്ങനെയാന്ന് വെച്ചാൽ CCT നമ്മൾ ആദ്യം ചെയ്യും, എന്നിട്ട് നമ്മൾ ലോക്കലൈസ് ചെയ്യാൻ പറ്റണുണ്ടോ നോക്കും. ഇത് ലോക്കലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിയിലുണ്ടോ അത് ഏത് സൈഡിലാണ്. ഓക്കെ, അപ്പം ലോക്കലൈസ് ചെയ്യാൻ പറ്റണുണ്ടോ നോക്കി. ഇനി അങ്ങനെ CCT ചെയ്തിട്ട് ലോക്കലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ MRI ചെയ്യും. MRI ചെയ്തിട്ടും നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ MIBG ചെയ്യും. MIBG ചെയ്യുമ്പോൾ ഒരു ഇതെല്ലാ ഇതിലും കിട്ടും, എന്നാലും ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ FNACയും ബയോപ്സിയും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് എന്താ അറിയാലോ, കാരണം FNACയും ബയോപ്സിയും ചെയ്യുമ്പം അവിടെ എന്താ ട്യൂമർ ആക്ടിവേറ്റ് ആയി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലെ ട്യൂമർ ആക്ടിവേറ്റ് ആയിട്ട് കാറ്റക്ലമൈൻസ് ഭയങ്കരമായിട്ട് സെക്രീറ്റ് ചെയ്ത് ഭയങ്കര അറ്റാക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ FNACയും ബയോപ്സിയും ചെയ്യാൻ പാടില്ല. FNACയും ബയോപ്സിയും ഡയറക്റ്റ് നമ്മൾ നല്ല എടുക്കണം, ട്യൂമർ നല്ല എടുക്കണം. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അപ്പം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ബയോകെമിക്കൽ ടെസ്റ്റും ലോക്കലൈസേഷനും. ബയോകെമിക്കൽ ടെസ്റ്റ് പറയുമ്പോൾ ഈ യൂറിനിലും പ്ലാസ്മയിലും BMA, മെറ്റാനഫ്രിൻ, നോർമെറ്റാനഫ്രിൻ അത് കൂടുതലാണോ അല്ലെ മുക്ക. എന്നിട്ട് നമ്മൾ ലോക്കലൈസേഷനിൽ പോവുക, CT, CCT, MRI, MIBG ഓർഡറിൽ തന്നെ. ഓക്കെ, ഇനി അടുത്ത ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പം ഇവിടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പിക് അഡ്രിനലെക്ടമി ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇനി നമ്മള് അഡ്രിനലെക്ടമി ചെയ്യുന്നതിന്റെ മുന്നേ നമ്മള് പേഷ്യന്റിനെ പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എന്താ പറയണമെന്ന് വെച്ചാല് നമ്മളിപ്പോ പേഷ്യന്റിന് അഡ്രിനലെക്ടമി ചെയ്യാണ്, ലാപ്രോസ്കോപ്പിക് അഡ്രിനലെക്ടമി ചെയ്യാണ്. അപ്പൊ നമ്മള് പേഷ്യന്റിനെ പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു വാറിന്, ഒരു യുദ്ധത്തിന് നമ്മൾ മുൻകൂട്ടി എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തു യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ അതേപോലെ പോകുന്ന മാതിരി എന്നാ പറയുന്നത്. അതായത് നമ്മൾ എന്തായാലും ആ യുദ്ധത്തിൽ തോൽക്കും. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യാണ്ടാണ് ഒരു 6 വീക്സ് മുന്നെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ടാണ് സർജറിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് ഡെത്ത് ഉറപ്പാണ്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം പേഷ്യന്റിന്. അപ്പം പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തിനാ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് പേഷ്യന്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഹൈപ്പർ ടെൻസീവ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ആ BP കൺട്രോൾ ചെയ്യാനും, പിന്നെ ടാക്കികാർഡിയ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. ടാക്കികാർഡിയ ഉണ്ടാവും, ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഹൈപ്പോവോളീമിയ ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ ആവുമ്പം പേഷ്യന്റ് ഭയങ്കര ഹൈപ്പർ ടെൻസീവ് ആകുമ്പോൾ ബോഡിയിൽ നിന്ന് വോളിയം ഭയങ്കരമായിട്ട് ലോസ് ചെയ്യും. ബ്ലഡ് വെസൽസ് എല്ലാം കൺട്രാക്ട് ചെയ്തിട്ട് ബോഡിയിൽ നിന്ന് ഒരുപാട് വോളിയം ബ്ലഡ് അല്ല ഐ മീൻ വോളിയം ലോസ് ആയി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആ ലോസ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണം ഇത് സർജറിക്ക് പോകുന്നതിന് മുന്നേ. അപ്പൊ ഈ ഇതാണ് നമ്മൾ മെയിൻ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, ഇനി ആദ്യം സംഭവം എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമ്മൾ കൺട്രോൾ ഓഫ് BP ആൻഡ് ടാക്കികാർഡിയ. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമില്ല, നമ്മളൊരു 3 to 4 വീക്സ് മുന്നെങ്കിലും നമ്മൾ ആൽഫ ബ്ലോക്കേഴ്സ് കൊടുത്തു തുടങ്ങണം. ഓക്കെ, നമ്മൾ ഇവിടെ BPയും ടാക്കികാർഡിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആൽഫ ബ്ലോക്കേഴ്സും ബീറ്റ ബ്ലോക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആൽഫ ബ്ലോക്കേഴ്സ് പറയുമ്പോൾ നമ്മൾ ഫിനോക്സി ബെൻസമൈൻ യൂസ് ചെയ്യും. ബീറ്റ ബ്ലോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊപ്പറനോൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആൽഫ ബ്ലോക്കർ നമ്മൾ ഒരിക്കലും ബീറ്റ ബ്ലോക്കറിനെ മുന്നേ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ആൽഫ ബ്ലോക്കർ നമ്മളൊരു 3 to 4 വീക്സ്, അതായത് ഒരു മാസം മുന്നെങ്കിലും നമ്മൾ ആൽഫ ബ്ലോക്കർ കൊടുത്തു തുടങ്ങണം. എന്നിട്ട് ആൽഫ ബ്ലോക്കർ കൊടുത്ത് ഏതാണ്ട് നമ്മൾ ആൽഫ റിസപ്റ്റേഴ്സ് ഇല്ല, ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ബ്ലോക്കേഡ് ആയി, അതായത് ഒരു 3 to 4 വീക്സ് നമ്മൾ ആൽഫ ബ്ലോക്കേഴ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. ബീറ്റ ബ്ലോക്കേഴ്സ് ഒരു 1 വീക്ക് 5 to 7 ഡേയ്സ് കൊടുത്താൽ മതി. ഓക്കെ, അതെന്താ പറയണ കാരണം എന്താ വെച്ചാൽ, ആൽഫ ബ്ലോക്കർ കൊടുക്കുമ്പോൾ നമുക്ക് ആൽഫ ബ്ലോക്കറിന്റെ ആക്ഷൻ നമ്മൾ പ്രഷർ അങ്ങ് കുറയും.
ഓക്കെ, നമ്മൾ ആ ഹൈപ്പർ ടെൻഷൻ ഒന്ന് കൺട്രോൾഡ് ആവും ആൽഫ ബ്ലോക്കർ. പക്ഷെ ആൽഫ ബ്ലോക്കർ കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ആൽഫ ബ്ലോക്കറിന്റെ ആക്ഷൻ കൊണ്ട് പേഷ്യന്റിന് ടാക്കിക്കാർഡി വരും. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യല്ലേ പേഷ്യന്റ്, മനസ്സിലായോ? എന്നുവെച്ചാൽ ഞാൻ പറയാം, പേഷ്യന്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആൽഫ ബ്ലോക്കർ കൊടുത്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ എല്ലാം കൺട്രോൾഡ് ആയിട്ടുണ്ടാവും. പക്ഷെങ്കിൽ പേഷ്യന്റ് ടാക്കിക്കാർഡി തുടങ്ങും. ഓക്കെ, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ബീറ്റ ബ്ലോക്കർ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫ ബ്ലോക്കർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ബീറ്റ ബ്ലോക്കർ ആദ്യമേ കൊടുത്താനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ബീറ്റ ബ്ലോക്കറിന്റെ ആക്ഷൻ കൊണ്ട് ആ ഓൾറെഡി ഉള്ള ഹൈപ്പർ ടെൻഷൻ ഒന്നും കൂടി വേഴ്സ് ആവുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫ ബ്ലോക്കർ ആദ്യം കൊടുക്കുന്നു. 3 to 4 വീക്സ് കഴിഞ്ഞ് 3 to 4 വീക്സ് ഒക്കെ ആ നേരത്തെ നമ്മൾ ബീറ്റ ബ്ലോക്കർ 5 to 7 ഡേയ്സ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പേഷ്യന്റ് സർജറിയിലേക്ക് പോകുന്നു. ഇത് ആണ് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റ് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഡ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഡ് ഷുഡ് ബി ഡൺ. അതായത് ആൽഫ ബ്ലോക്കർ കൊടുത്തതിന് ശേഷം ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ബിക്കോസ് ദിസ് കോസസ് ഇൻക്രീസ് ഇൻ BP ഫർദർ ആസ് ദർ ഇസ് അൺഓപ്പോസ് ആൽഫ ആക്ഷൻ. അതായത് ബീറ്റ ബ്ലോക്കർ നമ്മൾ ആദ്യം കൊടുക്കുകയാണെന്നുള്ള പ്രശ്നം പറയണത് ഹൈപ്പർ ടെൻഷൻ വേഴ്സ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ ആൽഫ ബ്ലോക്കർ കൊടുത്തതിന് ശേഷം ബീറ്റ ബ്ലോക്കർ കൊടുക്കണം. പിന്നെ ഇവിടെ ആൽഫ ബ്ലോക്കറിന്റെയും ബീറ്റ ബ്ലോക്കറിന്റെയും ഡോസ് കൊടുത്തിരിക്കണം. കേൾക്കാവോ? ഇവിടെ മഴ പെയ്യുന്നു. അപ്പൊ ഇവിടെ ആൽഫ ബ്ലോക്കറിന്റെയും ബീറ്റ ബ്ലോക്കറിന്റെയും ഡോസ് കൊടുത്തിക്കണം. അങ്ങനെ. പിന്നെ ആൽഫ ബ്ലോക്കർ ഏതാന്ന് വെച്ചാൽ ഫിനോക്സി ബെൻസമൈന യൂസ് ചെയ്യേണ്ടത്, ബീറ്റ ബ്ലോക്കർ പ്രൊപ്പനോളോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ബിപിയും ടാക്കിക്കാർഡിയും കൺട്രോൾഡ് ആയി. ഓക്കെ, ഇനി അടുത്തത് ഹൈപ്പോവോളീമിയ. ഹൈപ്പോവോളീമിയ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഫ്ലൂയിഡ്സ് സർജറിന്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ നല്ല രീതിക്ക് ഫ്ലൂയിഡ് കൊടുക്കണം. IV ഫ്ലൂയിഡ് ആയിട്ടും അല്ലാതെ നമ്മൾ നല്ല രീതിക്ക് ഫ്ലൂയിഡ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത സർജറിയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. മനസ്സിലായോ? ഓക്കെ, ഇനി ഒന്നുമില്ല, ഇനി സർജറി എന്ന് പറയുമ്പോൾ സർജറിനെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. സർജറിനെ പറ്റിയിട്ട് ലാപ്രോസ്കോപ്പിക് അഡ്രിനലെക്ടമി ആണ് സാധനം എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ സർജറിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എക്സിഷൻ ഓഫ് ട്യൂമർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അഡ്രിനൽ വെയിന് ലൈഗേറ്റ് ചെയ്യാന്നുള്ളത്. ഇതൊരു MCQ ആ തോന്നുന്നു. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ അങ്ങനെ തോന്നുന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അഡ്രിനൽ വെയിന് ലൈഗേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ജെന്റിൽ ഹാൻഡ്ലിങ്, അവോയ്ഡ് റപ്ചർ ഓഫ് ട്യൂമറിനെ അങ്ങനെ ഇളക്കാനും ഇതാക്കാനും നിൽക്കരുത്. ഐ മീൻ ഒരുപാട് അങ്ങ് ഇതാക്കാൻ നിൽക്കരുത്, നോക്കിയിട്ട് ഒക്കെ ചെയ്യുക. പിന്നെ ഹീമോഡൈനാമിക് മോണിറ്ററിങ്, CVPയും ആർട്ടീരിയൽ മോണിറ്ററിങ്ങും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഹൈപ്പർ ടെൻഷൻ ഒക്കെ പെട്ടെന്ന് പേഷ്യന്റ് സർജറി ചെയ്യുന്നതിന്റെ ഇടയിൽ എങ്ങനെ ഹൈപ്പർ ടെൻസീവ് ആയി പോവോ, ഭയങ്കരമായിട്ട് ഹൈപ്പർ ടെൻസീവ് ആയി പോവോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ സോഡിയം നൈട്രോപ്രൊസൈഡും ഫെൻഡോളമൈനും. ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു വാസോ ഡയലേറ്റർ ആണ്, ഡയറക്റ്റ് ആർട്ടീരിയൽ വാസോ ഡയലേറ്റർ ആണ്. ഇതെന്തിനാ ഇത് നമ്മൾ കൈ കരുതണം. സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സോഡിയം നൈട്രോപ്രൊസൈഡും ഫെൻഡോളമൈനും കൈ കരുതണം. എന്തിനാന്ന് വെച്ചാൽ എങ്ങാനും സർജറിന്റെ സമയത്ത് പേഷ്യന്റ് ഭയങ്കരമായിട്ട് അങ്ങ് ഹൈപ്പർ ടെൻസീവ് അറ്റാക്കിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് BP കുറയ്ക്കുന്ന സമയത്ത്. ഓക്കെ, പിന്നെ സെർച്ച് ഫോർ എനി അതർ സൈറ്റ്സ് ഇൻ അബ്ഡമൻ. നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത് നിർത്തുന്നതിന് മുന്നേ നമ്മൾ അബ്ഡമനിൽ വേറെ ഏതായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ 10% മൾട്ടിപ്പിൾ ആയിട്ട് വരാമെന്ന്. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ സൈറ്റിൽ വേറെ എവിടെയെങ്കിലും അഡ്രിനൽ ഗ്ലാൻഡ് അല്ലാണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും അബ്ഡമനിൽ ഉണ്ടോ നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹൈപ്പോടെൻഷൻ ഒക്കേഴ്സ്, അതായത് ഇനി ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ഹൈപ്പോടെൻഷൻ, അതായത് അഡ്രിനൽ ഗ്ലാൻഡ് നമ്മൾ എടുത്തു മാറ്റി, അപ്പൊ എങ്ങാനും ഹൈപ്പോടെൻഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിന് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക, കോർട്ടിക്കോസ്റ്റീറോയിഡ്സും വാസോപ്രസേഴ്സും എല്ലാം കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ആദ്യം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജറിയാണ്. പക്ഷെ നമ്മൾ ആദ്യം പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു 6 വീക്സ് എങ്കിലും നമ്മൾ പ്രിപ്പയർ, ഒരു 5 വീക്സ് എങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യണം പേഷ്യന്റിനെ. അതെങ്ങനെയാന്ന് വെച്ചാൽ BP കൺട്രോൾ ചെയ്തിട്ട് ടാക്കിക്കാർഡിയ കൺട്രോൾ ചെയ്യണം. പിന്നെ അതേപോലെ ഹൈപ്പോവോളിയമി കൺട്രോൾ ചെയ്യാൻ വേണ്ടി BPയും ടാക്കിക്കാർഡിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആൽഫ ബ്ലോക്കേഴ്സും ബീറ്റ ബ്ലോക്കേഴ്സും കൊടുക്കുന്നു. ബീറ്റ ബ്ലോക്കേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലൂയിഡ് വെക്കും. അപ്പൊ നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സർജറിയിലേക്ക് പോകണം. ലാപ്രോസ്കോപ്പിക് അഡ്രിനലെക്ടമി ചെയ്യും. അത് അതേപോലെ കാര്യമായിട്ടൊന്നുമില്ല, ലാപ്രോസ്കോപ്പിക് അഡ്രിനലെക്ടമി ചെയ്യും, അത്രയാണ്. ഓക്കെ, പിന്നെ ഈ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്യണം. കയ്യിൽ നമ്മൾ സോഡിയം നൈട്രോപ്രൊസൈഡും ഫെൻഡോളമൈനും കരുതണം. അതുപോലെ കുറച്ച് വൃത്തിയിൽ കെയർ ചെയ്ത് ചെയ്യുക. അതാണ് ലൈഗേഷൻ ഓഫ് അഡ്രിനൽ വെയിൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത്രയാണ്. ഓക്കെ,
ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടത് ലാസ്റ്റ് സ്ലൈഡ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു 10% റൂള് പറഞ്ഞു. 10% മാലിഗ്നന്റ് ആയിട്ട് വരാം, പക്ഷെ 90% ബിനൈൻ ആയിട്ടാണ് സാധാരണ വരല്. അപ്പൊ മാലിഗ്നന്റ് ഫിയോക്രോമോസൈറ്റോമിനെ പറ്റി ജസ്റ്റ് 2 പോയിന്റ്. അതായത് 10% ആണ് ഫിയോക്രോമോസൈറ്റോമിൽ 10% മാലിഗ്നന്റ് ആയി വരാം. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു. അതായത് ഇതിന്റെ ട്രീറ്റ്മെന്റ് നേരത്തെ നമ്മൾ ലാപ്രോസ്കോപ്പിക് അഡ്രിനലക്ടമിയ പറഞ്ഞു, ഇവിടെ ഓപ്പൺ അഡ്രിനലക്ടമിയ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡീബൾക്കിങ് ചെയ്യണം. പിന്നെ അതേപോലെ റേഡിയോ തെറാപ്പിയും കീമോതെറാപ്പിയും ചെയ്യണം. അപ്പം എന്തേലും പറയണ്ടോ? ജസ്റ്റ് ഒന്നുമില്ല. ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുമ്പോൾ ഫിയോക്രോമോസൈറ്റോമ അത് വെച്ചിട്ട് ക്രോമാറ്റിൻ സെൽസിൽ അഡ്രിനൽ മെഡുലർ ക്രോമാറ്റിൻ സെൽസിൽ ട്യൂമറാന്ന് ആലോചിക്കുക. പിന്നെ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഇതേപോലെ കാറ്റക്കോളമൈൻസ് കൂടുമ്പോഴുള്ള സാധനം ആലോചിക്കുക. അപ്പൊ ഹെഡ് ഏക്കും ഹൈപ്പർ ടെൻഷനും അതേപോലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. പിന്നെ പാൽപിറ്റേഷൻ സ്വെറ്റിംഗ് ട്രോമർ അതെല്ലാം ഓർമ്മ വരും. പിന്നെ അതിന്റെ മുന്നായിട്ട് 10% റൂൾ ഓർമ്മ ഉണ്ട് ഇതാക്കിയാൽ മതി. അത് 10% മാലിഗ്നന്റ് ബയലാട്രൽ മൾട്ടിപ്പിൾ ഫാമിലി അതൊക്കെ. പിന്നെ 90% ബിനൈൻ ആണ്, 10% മാത്രം മാലിഗ്നന്റ് ഉള്ളൂ. പിന്നെ ഈ പാവമാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റും ലോക്കലൈസേഷൻ. ബയോകെമിക്കൽ ടെസ്റ്റിൽ യൂറിനും പ്ലാസ്മയിലും നമ്മൾ എന്തുണ്ടോ നോക്കുന്നു, VMAയും മെറ്റാനഫ്രിൻ ഓർ മെറ്റാനഫ്രിൻ അത് കൂടുതലാണോ നോക്കുന്നു. പിന്നെ ലോക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ CCT, MRI, പിന്നെ മറ്റേ MIBG സ്കാൻ. ഈ 3 സ്കാൻ നമ്മൾ ഓർഡറിൽ ചെയ്തു തരുന്നു. CCTയിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ MRI കിട്ടില്ല എന്നുണ്ടെങ്കിൽ MIBG. അങ്ങനെ നമ്മൾ ചെയ്തു വന്ന് അങ്ങനെ ലോക്കലൈസ് ചെയ്ത് പിന്നെ നമ്മൾ അടുത്ത് എക്സ്പെൻഡേഷൻ വാക്സിൻ ചെയ്യരുത്. പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് പോകുന്നു. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറിനാണ് മെയിൻ. അതിന് മുന്നേ പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് ഇതാക്കണം, പ്രിപ്പയർ ചെയ്യണം. ആൽഫ ബ്ലോക്കറും ബീറ്റ ബ്ലോക്കറും കൊടുക്കണം. പിന്നെ കുറച്ചെല്ലാം ഫ്ലൂയിഡും കൊടുക്കണം. പിന്നെ നമ്മൾ സർജറി ചെയ്യുക, ലാപ്രോസ്കോപ്പിക് അഡ്രിനലക്ടമി ചെയ്യുക. മാലിഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ അഡ്രിനലക്ടമി, പിന്നെ ഡീബൾക്കിംഗ്, റേഡിയോ തെറാപ്പി. ഡൗട്ട് ഉണ്ടോ എന്തേലും? ഇല്ല. ഓക്കെ, താങ്ക് യു.